WSMN's presents Madhubhumi Mastercraft Young Architect Award Season 3, powered by Berger Paints, co-powered by Agni 500D in association with Ramco Hilux. Swagatham, Mastercraft Season 3 യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. കണ്ടംപററി സ്റ്റൈലിന്റെയും ഓസ്ട്രേലിയൻ ഡിസൈനിന്റെയും മിക്സഡ് ആർക്കിടെക്ചർ. സുൽത്താൻ ബത്തേരിയിലുള്ള ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ രൺധീറിന്റെയും ഡോക്ടർ ഉമ്മയുടെയും അവനി എന്ന ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പനമ്പള്ളി നഗറിലുള്ള ക്രിയോ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ചീഫ് ആർക്കിടെക്റ്റായ ശ്രീരാഗ് പാറമലാണ്. ബെസ്റ്റ് ഹോം, ബെസ്റ്റ് ലാൻഡ്സ്കേപ്പ്, ബെസ്റ്റ് ഇന്റീരിയർ എന്നീ 3 കാറ്റഗറികളിലാണ് ഈ വീട് മത്സരിക്കുന്നത്. ബേസിക് കോൺസെപ്റ്റ് വാസ് കൂടുതലും നമ്മളൊരു മിക്സഡ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ഒരു കണ്ടംപററി പാറ്റേൺ ആണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹോംസിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് കൂടുതലും വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഫ്രണ്ട് എലിവേഷൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗർ വിൻഡോസും അങ്ങനെ, കാരണം ഇവിടെ ഒരു വയനാട് ഏരിയ ആയതുകൊണ്ട് ആ ഒരു ലാൻഡ്സ്കേപ്പിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൻ്റെ സിനിക് വ്യൂ മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്. നമുക്ക് വയനാട് എന്നുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഹ്യൂജ് ഏരിയ ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. നല്ല ടെറൈൻസ് ഉള്ള ഒരു പ്ലോട്ട് തന്നെയായിരുന്നു. സോ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്കത് ഡിസൈനിങ്ങിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെല്ലാർ ഏരിയ എടുത്തിട്ടുണ്ട്. ആ സെല്ലാർ ഏരിയ എന്ന് പറയുന്നത് ഈ പ്ലോട്ടിനകത്ത് ഉണ്ടായിരുന്ന ഒരു ലെവൽസ് ആൻഡ് കോണ്ടർ വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പ് പാറ്റേണും നമ്മളത് ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്ലോട്ടിൻ്റെ ഒരു കൂടാതെ ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള നാച്ചുറൽ സ്റ്റോൺസിലുള്ള ക്ലാഡിങ്ങും ഇവിടെ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് ടെക്സ്ചറും കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇവിടെ വലിയൊരു പെബിൾ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ പെബിൾ കോട്ടിൻ്റെ നടുവിലായിട്ട് ഒരു ചെമ്പകമരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗ്രീനറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ ഉണ്ടായിരുന്ന ലെവൽ ഡിഫറൻസ് ആസ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കർവ് ഡിസൈൻസ് ഈ ലാൻഡ്സ്കേപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാത്വേയിൽ പേവിങ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺസിലാണ്. ഈ ഡ്രൈവേ എൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്കാണ്. സോ അവിടെ ഇരുന്ന് കളി കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗാലറി ലൈക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ വീട്ടിൽ മുഴുവനായിട്ടും ഒരുപാട് ഗസീബോസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
കോർട്ട്യാർഡാണ്. വീടിൻ്റെ ആ ഒരു സ്പേഷ്യസ്നെസ് നമുക്ക് അതേപടി ഫീൽ ചെയ്യുന്ന രീതിയിൽ വലിയ സൈസിലാണ് ഈ കോർട്ട്യാർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ലൈവ് പ്ലാന്റ്സ് പെബിൾസും കൊടുത്തിട്ടാണ് ഈ കോർട്ട്യാർഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻഫോർമൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോർഷനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി വുഡൻ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു പോർഷനിൽ നമ്മുടെ നാച്ചുറൽ മണ്ണ് കൊടുത്തിട്ട് അതിനുള്ളിൽ തന്നെയാണ് പ്ലാന്റ്സ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു എക്സ്റ്റീരിയറിൻ്റെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഇൻറ്റീരിയറിലും കിട്ടാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർ ഫോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ പോർഷന് ക്ലാഡിങ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലാണ്. അതുപോലെ അതിൻ്റെ പുറകുവശത്ത് കാണുന്ന ആ വാളിനെ മുഴുവനായും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റ് മൊത്തമായും കോൺക്രീറ്റ് ടെക്സ്ചറിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ ഒരു വാൾ മുഴുവനായിട്ടും റെക്ടാങ്കുലർ സ്ലിറ്റ് വിൻഡോസ് വിത്ത് ലൂവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഒരു പ്രൈവസി പർപ്പസിന് വേണ്ടിയിട്ട് അവിടെ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡബിൾ ഹൈറ്റ് പോർഷനിൽ മുകളിലായിട്ടും നമുക്ക് ആ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള സ്ലിറ്റ് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. സീലിംഗിൽ പർഗോളാസ് കൊടുത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ നോർമലി കാണുന്ന ആ ഒരു പർഗോള പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ സീലിംഗ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ MS പൈപ്പിലാണ് പർഗോളാസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മിക്സഡ് സ്റ്റൈൽ തന്നെയാണ് അവിടെയും യൂസ് ചെയ്തേക്കുന്നത്. അതായത് കണ്ടംപററി പ്ലസ് ഒരു ആർട്ട് ഡെക്കോ സ്റ്റൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ആർട്ട് ഡെക്കോ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കമ്പനേഷനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ലൈക്ക് പ്ലസൻറ്റ് കളേഴ്സ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, അങ്ങനത്തെ കുറച്ച് കളേഴ്സ് നമ്മൾ ഇതിനകത്ത് വാൾസ് ആൻഡ് ഫർണിഷിങ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം കോർട്ട്യാർഡും പിന്നെ ഈ പ്ലസൻറ്റ് കളേഴ്സും മെർജ് ചെയ്തിട്ടൊരു കോമ്പിനേഷനാണ് നമ്മളിതിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് വുഡൻ കളേഴ്സ് ആൻഡ് ഗ്രേ കളേഴ്സാണ്. ഫ്ലോറിങ്ങിലാണെങ്കിലും സീലിങ്ങിലാണെങ്കിലും വുഡൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാമിനേറ്റഡ് ആൻഡ് വിനീർ ഫിനിഷസ് ആണ് പിന്നെ യൂസ് ചെയ്തേക്കുന്ന ഒരു ഫിനിഷ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മൾ പാർട്ടീഷൻസ് പലയിടത്തും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ജാലീസിലാണ്. അത് ഒരു പാറ്റേൺസിലാണ് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഫോമൽ ലിവിംഗ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇടയിലായി കൊടുത്തിരിക്കുന്ന ഒരു പാസേജ് ആണ് ലിവിംഗ് ഏരിയനെയും കോർട്ട്യാർഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് വൈബ്രന്റ് കളേഴ്സിലുള്ളതാണ്. രണ്ട് വശങ്ങളിലായിട്ടാണ് സോഫ അലൈൻമെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വാളിൽ മെറ്റാലിക് ഹാങ്ങിങ് വർക്ക്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഓപ്പോസിറ്റ് വാളിലായിട്ട് ഒരു മ്യൂറൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ പാനലിംഗ് ആണ്. അതുപോലെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെറ്റാലിക് ഹാങ്ങിങ് ലൈറ്റ് ആണ് ഈ സീലിംഗിന് കൂടുതൽ അട്രാക്ഷൻ കൊടുക്കുന്നത്. എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ ഒരു വാൾ മുഴുവനായും ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഹ്യൂജ് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ലിവിംഗ് ഏരിയയ്ക്ക് ലാൻഡ്സ്കേപ്പുമായി മേർജ് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വുഡൻ ജാലി വർക്കും അതുപോലെ സ്റ്റെയർ കേസുമാണ് പബ്ലിക് ഏരിയയും പ്രൈവറ്റ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനർ വർക്ക് ഇവിടെ വിഷ്വൽ ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിൻ്റെ താഴത്തെയുള്ള ഈ ഒരു ഭാഗം ഇലക്ട്രിക്കൽ യൂണിറ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫീൽ കിട്ടാത്ത രീതിയിൽ ഒരു സ്മോൾ കോർട്ട്യാർഡിൻ്റെ കൺസെപ്റ്റിലാണ് ഈ ഒരു ഏരിയനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മൾട്ടി വുഡിൽ CNC കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ട്രീ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ പ്രൈവറ്റ് ലിവിംഗ് ഏരിയയിലേക്കുള്ള ഡയറക്റ്റ് വിഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് പ്രൈവറ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയ, ലിവിംഗ് ഏരിയ, പൂജ സ്പേസ്, ഇത്തരം കാര്യങ്ങൾ സ്ട്രേറ്റ് ലൈനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഈ ലിവിങ് ഏരിയയുടെ പുറകുവശത്ത് വരുന്നത് പൂളും അതുപോലെ ഡെക്ക് സ്പേസുമാണ്. സോ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഹ്യൂജ് ഓപ്പണിംഗ് തുറന്നിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പേസിനെ സിംഗിൾ സ്പേസായി യൂസ് ചെയ്യാൻ പറ്റും. ഒരു കോർട്ട്യാർഡ് കൺസെപ്റ്റിലാണ് ഈ പൂജാ റൂമിന്റെ ഡിസൈൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയും പ്ലാന്റ്സും പെബിൾസും ഇൻഫോർമൽ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷന് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന പൂജാ സ്പേസ് ആണ്. ഈ പോർഷന്റെ 2 വശങ്ങളിലായിട്ടും 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന ആ ഒരു പാസേജ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്. ആ പാസേജിൽ നിന്ന് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന ഒരു വാളാണിത്. ഇവിടെ CNC കട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ഗണപതിയുടെ രൂപം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇൻഡയറക്റ്റ് LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണിത്. ഇവിടെ വെർട്ടിക്കൽ പില്ലേഴ്സ് കൊടുത്തിരിക്കുന്നതും. സോ ഇതും ഒരു വിഷ്വൽ ബാരിയർ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തെ ഫ്ലോറിംഗ് മാത്രം വുഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു പോർഷൻ തന്നെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി സീലിംഗും വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഡൈനിങ് ഏരിയയും ഷോപ്പ് കിച്ചനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പ് കിച്ചനാണ് നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റുന്നത്. ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പൺ കിച്ചൺ സ്പേസ് ആണ്. ഓപ്പൺ കിച്ചൺ സ്പേസിന് നമ്മൾ കൊടുത്തേക്കുന്ന കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് ലാമിനേറ്റ് ആൻഡ് കോപ്പർ ഫിനിഷ് ആണ്. അതിൻ്റെ ഒരു മിക്സ് ഓഫ് കളേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് പിന്നെ ഇത് കൂടാതെ ഓപ്പൺ കിച്ചൺ കൂടാതെ നമുക്ക് 2 കിച്ചണാണ് വേറെ സെപ്പറേറ്റ് വരുന്നത്. വേറൊരു ഫോർമൽ കിച്ചണും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഒരു വർക്കിംഗ് സ്പേസ്, ഒരു ബിഗ് വർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൈറ്റ് തീംസ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. വർക്ക് ഏരിയയിൽ ഡാർക്ക് കളർ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്, കാരണം അത് കുറച്ചുകൂടി റഫ് യൂസ് ആയതുകൊണ്ട്. ടോട്ടലായിട്ട് നമുക്ക് 5 ബെഡ്റൂംസ് ആണ് വരുന്നത്. 5 ബെഡ്റൂംസ് എന്ന് പറയുമ്പോൾ താഴെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ 3 എണ്ണമാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തേക്കുന്നത്. എല്ലാ ബെഡ്റൂംസും തന്നെ ആംപിയൻ സ്പേസ് ആണ്, ബിഗർ ബെഡ്റൂം സ്പേസസ് ആണ്. അതിൽ തന്നെ എല്ലാ ആക്സസറീസും ഉൾക്കൊള്ളിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇൻബിൽഡ് വാർഡ്രോബ് സ്പേസ് ഉണ്ട്, വാക്ക് ഇൻ വാർഡ്രോബ്സ് ഉണ്ട്. ഈ വാർഡ്രോബ്സിൽ തന്നെ നമ്മൾ പവർ പുൾ അപ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്ലോത്ത്സ് വെക്കാനുള്ള സ്പേസിങ് ആണെങ്കിലും ഇതെല്ലാം ആക്സസറീസിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെഡ്സ് ആണെങ്കിലും പവർ ലിഫ്റ്റാണ്. ലിഫ്റ്റ് ആക്സസ് ചെയ്യാവുന്ന താഴത്തെ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന മദേഴ്സ് ബെഡ്റൂമാണിത്. യൂട്ടിലിറ്റി സ്പേസസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എർത്തി കളർ ടോൺസിലാണ് ഈ ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൗൺ ആൻഡ് ക്രീം കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നതാണ്. ഹെഡ് ബോർഡിൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ ഒരു വാൾ മുഴുവനായും ഗ്രേ കളർ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാളിലേക്ക് എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു വാൾ മുഴുവനായും ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്.
സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ അലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വൈറ്റ്, ഗ്രേ ആൻഡ് വുഡൻ ഫിനിഷിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ബെഡ്റൂമാണ്. ഇതിൻ്റെ ഹെഡ് ബോർഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വോള് മുഴുവനായും ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് ഫോൾ സീലിംഗും അതുപോലെ തന്നെ ഒരു വുഡിൻ്റെ ഒരു ബോർഡർ ലൈക്ക് ഡിസൈനും കാണാൻ പറ്റുന്നുണ്ട്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമാണിത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രേ, വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. അതുപോലെ ഹെഡ് ബോർഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് വാളിലായിട്ട് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനടുത്ത് തന്നെയായിട്ട് ഒരു വർക്ക് സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് താഴത്തെ ഗസീബയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഫുൾ ഗ്ലാസ്സിലാണ് ഈ വാൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ മകളുടെ ടേസ്റ്റ് പ്രകാരം ആർക്കിടെക്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. ഇവിടെ ഹെഡ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വുഡൻ പാനലിംഗ് ആണ്. ഈ സെയിം പാനലിങ്ങിൻ്റെ പാറ്റേൺ തന്നെ ഈ സീലിംഗ് ടു വാളിലേക്ക് ഒരു L ഷേപ്പിൽ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പെയിൻറ്റിങ്സും അതുപോലെ ഈ വീട്ടിൽ കണ്ടിരിക്കുന്ന മറ്റെല്ലാ പെയിൻറ്റിങ്ങും മകൾ തന്നെ സ്വന്തമായി വരച്ചതാണ്. സോ ഈ ഒരു ബെഡ് പോർഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവർക്ക് ഇരുന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡ്രോയിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ തന്നെ ബാൽക്കണിയിലേക്ക് ഒരു ആക്സസും കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഈ പൂൾ ആൻഡ് ഡെക്ക് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടി ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള വുഡൻ പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു പോർഷനിലായിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടരികിലായി തന്നെ ഒരു ഷവർ റൂമും കൊടുത്തിട്ടുണ്ട്. Mastercraft Lini, JSW Cements presents My Home Tips. JSW Cement, My Home Tips. Your selection of glass. നിങ്ങൾ എങ്ങനത്തെ ഗ്ലാസ് ആണ് വീടിന് ഉപയോഗിക്കാൻ നോക്കുന്നത്. If you're working with an architect, you need to ask your architect what kind of performance glass are you giving me? എങ്ങനത്തെ ഗ്ലാസ് ആണ് എൻ്റെ വീടിന് ഉപയോഗിക്കാൻ നോക്കുന്നത്, എങ്ങനെയായിരിക്കും എൻ്റെ പെർഫോമൻസ്, എൻ്റെ ചൂട് എത്രയായിരിക്കും. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന മിക്ക ഗ്ലാസ്സിനും 100% ട്രാൻസ്പെറൻസി ഉണ്ടെന്നായി. പെർഫോമൻസ് ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് കുറവായിരിക്കും. ബട്ട് ഇൻ പ്രാക്ടിക്കൽ പേർപ്പസ് അതുകൊണ്ട് വലിയ വ്യത്യാസം വരില്ല. അത് നിൽക്കുന്ന സാമ്പിൾസ് കിട്ടും, സാമ്പിൾസ് കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. ഡബിൾ ഗ്ലേസിങ് അവൈലബിൾ ആണ്. സോ ഓൾ ദീസ് തിങ്സ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസൈഡ് ഓൾ ദിസ് അറ്റ് ദ വെരി ബിഗിനിങ്. നമ്മൾ ഓഫീസിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഫ്രം ദ എയർ കണ്ടീഷനിങ്, കാരണം എയർ കണ്ടീഷൻ ആൻഡ് ദ സോളാർ ഗെയിൻ, അതായത് ഗ്ലാസ്സിൽ നിന്ന് വരുന്ന ആ ചൂടിൻ്റെ ഗെയിൻ ഹാസ് എ ഡിറക്റ്റ് ബാലൻസിങ്, ഇറ്റ് ഇസ് എ കൗണ്ടർ പോയിൻറ്റ്. സോ എയർ കണ്ടീഷൻ്റെ ഓബ്വിയസ് ലോഡ് കൂടും ഇഫ് യുവർ ഗ്ലാസ് ഏരിയ ഇസ് ഹയർ. So a sadharana AC vendor or a contractor might recommend you a higher load. But if you're smart enough and നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് സ്പെസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ ലോസ് ഉണ്ടാവത്തില്ല. JSW Cements presents Madhubhumi Mastercraft Young Architect Award Season 3 powered by Berger Paints, co-powered by Agni 500D in association with Ramco Hilux. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.